പുതിയ കാര്യങ്ങൾ വളരെ വേഗത്തിൽ പഠിച്ചെടുക്കാനും കേൾക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ജീവിതത്തിലേക്ക് വേണ്ടതെന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാനും ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സമയത്തിന് വലിയ വിലയുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അനാവശ്യമായ മുഖവുരകളൊന്നുമില്ലാതെ നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കടത്താം, അല്ലേ? അതെ, തീർച്ചയായും. വെറുതെ സമയം കളയാനില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. ശരിയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കുറച്ചു കാലമായി യൂട്യൂബിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയെക്കുറിച്ചാണ്. ദ 6 റൂൾസ് ഓഫ് മണി ദേ നെവർ ടോട്ട് യു ഇൻ സ്കൂൾ. ഈ ആശയങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ അന്വേഷണം. ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചൊരു കാര്യമുണ്ട്. അതായത്, ലോകത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പ് എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പലരും വിചാരിക്കുന്നത് അത് മറ്റെന്തെങ്കിലും ആണെന്നാണ്. അതെ, അത് ഈ പറയുന്ന ക്രിപ്റ്റോ കറൻസി തട്ടിപ്പുകളോ റിയൽ എസ്റ്റേറ്റ് സ്കാമുകളോ ഒന്നുമല്ല. മറിച്ച് നന്നായി പഠിച്ച് നല്ല ഗ്രേഡ് വാങ്ങിയാൽ നിങ്ങളുടെ ജീവിതം സേഫ് ആകും എന്ന് കുട്ടിക്കാലം മുതൽ നമ്മൾ കേട്ടു വളർന്ന ആ വലിയൊരു കള്ളമാണ്. അതൊരു വളരെ കൃത്യമായ നിരീക്ഷണമാണ് ശരിക്കും. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെ ഒരു നല്ല ജീവനക്കാരനാകാം, എങ്ങനെ കൃത്യസമയത്ത് ജോലിക്ക് പോകാം, പണത്തിനു വേണ്ടി എങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യാം എന്നൊക്കെയാണ്. പക്ഷേ പണം എങ്ങനെ നമുക്ക് വേണ്ടി ജോലി ചെയ്യും എന്നവരൊരിക്കലും പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ടല്ലേ ഈ നല്ല ബുദ്ധിയുള്ള ഉയർന്ന ബിരുദങ്ങളുള്ള പല ആളുകളും മാസാവസാനമാകുമ്പോഴേക്കും അടുത്ത ശമ്പളത്തിനായി കാത്തിരിക്കുന്ന അവസ്ഥ വരുന്നത്? അതെ, ജീവിതമെന്നത് ഒരു ക്ലാസ് മുറിയല്ലല്ലോ. സ്കൂളിൽ നമ്മൾ കണക്കിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പഠിക്കും. പക്ഷേ ജീവിതത്തിൽ വീട്ടുവാടക കൊടുക്കാനുള്ള പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് ആരും പറഞ്ഞു തരുന്നില്ല. അവിടെയാണ് പണത്തിന്റെ യഥാർത്ഥ നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതിന്റെ ആവശ്യം വരുന്നത്. കൃത്യം. ഈ വീഡിയോയിലെ ആദ്യത്തെ പോയിന്റ് തന്നെ ശരിക്കും സ്ട്രൈക്കിംഗ് ആണ്. ഒരൊറ്റ വരുമാനത്തെ മാത്രം ആശ്രയിക്കുന്നത് ഒരു ഓക്സിജൻ ട്യൂബ് പോലെയാണെന്നാണ് ഇതിൽ പറയുന്നത്. നമ്മുടെ ശ്വാസം ആ ഒരു ട്യൂബിലൂടെ മാത്രമാണ് വരുന്നതെങ്കിൽ അത് കട്ടായാൽ പിന്നെ നമ്മൾ സർവൈവലിന് വേണ്ടി പെടാപാടുപെടും. തീർച്ചയായും. അതുപോലെ തന്നെയാണ് ഒരൊറ്റ ശമ്പളത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നതും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. മിക്ക ആളുകൾക്കും യഥാർത്ഥത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങളല്ല ഉള്ളത്, മറിച്ച് ഇൻകം ഡിപ്പെൻഡൻസി അഥവാ വരുമാന ആശ്രിതത്വമാണ് അവരുടെ പ്രശ്നം. അതായത് ഒരൊറ്റ സ്രോതസ്സിനെ മാത്രം ആശ്രയിക്കുന്നത്. അതെ, ഒരൊറ്റ ശമ്പളത്തെ മാത്രം ആശ്രയിക്കുമ്പോൾ കമ്പനിയിലുണ്ടാകുന്ന ചെറിയൊരു മാറ്റം പോലും നിങ്ങളുടെ ജീവിതത്തെ മൊത്തത്തിൽ തകിടം മറിക്കും. ഇതിൽ പറയുന്നൊരു ഉദാഹരണമുണ്ട്. 30 വർഷം ഒരേ കമ്പനിയിൽ ജോലി ചെയ്ത ഒരാൾ. അയാൾ തന്റെ ജീവിതം മുഴുവൻ ആ കമ്പനിക്കായി മാറ്റിവെച്ചു. പക്ഷേ എപ്പോഴാണ് തന്റെ ജോലി പോവുക എന്ന പേടി അയാളെ എപ്പോഴും വേട്ടയാടുന്നുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, അയാൾക്കല്ല ആ ജോലിയുടെ മേൽ കൺട്രോൾ ഉള്ളത്, ആ ജോലി അയാളെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്നാണ്. അതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ സമ്പന്നരായ ആളുകളെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. അവർ ഒരിക്കലും ഒരു വരുമാനത്തെ മാത്രം ആശ്രയിക്കില്ല. വാറൻ ബഫറ്റിന്റെ കൗമാരകാലത്തെ വളരെ ഫേമസ് ആയ ഒരു കഥ ഈ വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ. പിൻബോൾ മെഷീന്റെ കഥയല്ലേ? അതെ. അദ്ദേഹം ഒരു കൗമാരക്കാരനായിരിക്കുമ്പോൾ ഒരു പിൻബോൾ മെഷീൻ വാങ്ങി ഒരു ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയി വെച്ചു. മുടിവെട്ടാൻ വരുന്ന കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കളിക്കാൻ വേണ്ടിയല്ലേ? കൃത്യം. അതിൽ നിന്ന് അദ്ദേഹത്തിന് വരുമാനം കിട്ടിത്തുടങ്ങി. ആ കിട്ടിയ ലാഭം വെച്ച് അദ്ദേഹം കൂടുതൽ മെഷീനുകൾ വാങ്ങി നഗരത്തിലെ മറ്റു ഷോപ്പുകളിലും വെച്ചു. 20ാമത്തെ വയസ്സിൽ അദ്ദേഹം ആ ബിസിനസ് വലിയൊരു തുകയ്ക്ക് വിറ്റു. അപ്പോ അദ്ദേഹം നേരിട്ട് അവിടെ നിന്ന് ജോലി ചെയ്യാതെ തന്നെ അദ്ദേഹത്തിന് പണം കിട്ടുന്നുണ്ടായിരുന്നു. അതാണ് പോയിന്റ്. അദ്ദേഹം അവിടെ സ്വന്തം സമയം ചിലവാക്കാതെ പണം അദ്ദേഹത്തിന് വേണ്ടി ജോലി ചെയ്യുന്നൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുത്തു. ഇതാണ് വരുമാന സ്രോതസ്സുകൾ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത്. അത് കേൾക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ വരുമാനം ഉണ്ടാക്കാൻ നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കിയെന്ന് വെക്കാം. പക്ഷെ പലപ്പോഴും നമുക്ക് പണം കിട്ടുമ്പോൾ നമ്മളതെങ്ങനെയാണ് ചെലവാക്കുന്നതെന്നതാണ് വലിയ പ്രശ്നം. എൻ്റെ ഒരു സുഹൃത്തിന് ഈയിടെ ഒരു $5000 ബോണസ് കിട്ടി. അവൻ അന്ന് തന്നെ പോയി ഏറ്റവും പുതിയ മോഡൽ ഐഫോൺ വാങ്ങി. ഈ വീഡിയോയിൽ പറയുന്നത് ഇതൊരു ലയബിലിറ്റി മൈൻഡ്സെറ്റിലാണെന്നാണ്. തികച്ചും ദരിദ്രരായ ആളുകളുടെ ഒരു പ്രധാന സ്വഭാവമാണിത്. കയ്യിൽ പണം വരുമ്പോൾ അവരുടനെ പുതിയ ഫോൺ, കാർ അല്ലെങ്കിൽ വലിയ TV ഇതൊക്കെ വാങ്ങാൻ ശ്രമിക്കും. എനിക്കിതിലൊരു സംശയമുണ്ട്. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഒരു ബോണസ് കിട്ടുമ്പോൾ നമുക്കിഷ്ടമുള്ള ഒരു കാര്യം വാങ്ങുന്നത് അത്ര വലിയ തെറ്റാണോ?
നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ട്രീറ്റ് ചെയ്യണ്ടേ? സ്വയം ട്രീറ്റ് ചെയ്യുന്നതിലൊരു തെറ്റുമില്ല. പക്ഷേ പണം വരുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മളെ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ചിന്തിക്കണം. കൂടുതൽ പണം കിട്ടുമ്പോൾ പലരും കൂടുതൽ സമ്പന്നരാകുന്നതിന് പകരം കൂടുതൽ കംഫർട്ടബിൾ ആകാനാണ് ശ്രമിക്കുന്നത്. ആ കംഫർട്ടാണ് സാമ്പത്തിക വളർച്ചയുടെ ഏറ്റവും വലിയ ശത്രു. ഒന്ന് വിശദീകരിക്കാമോ? കംഫർട്ടബിൾ ആകുന്നത് എങ്ങനെയാണ് പ്രശ്നമാകുന്നത്? പണം ഒരു ഒഴുകുന്ന രക്തം പോലെയാണ്. അതെപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കണം. നിങ്ങളത് ചെലവാക്കുമ്പോൾ അത് നിങ്ങളെ വിട്ടുപോകുന്നു. എന്നാൽ അത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് കൂടുതൽ പണത്തെയും കൂട്ടി തിരികെ വരുന്നു. സമ്പന്നരെപ്പോഴും അസറ്റ്സ് അഥവാ ആസ്തികൾ വാങ്ങാനാണ് നോക്കുന്നത്. 2 ബാർബർമാരുടെ കഥ ഇതിൽ പറയുന്നുണ്ട്. രണ്ടുപേരും $10 മുടി വെട്ടുന്നത്. ഓക്കെ, എന്നിട്ടോ? ഒരാൾ ആ പണം സ്വരൂകൂട്ടി പുതിയൊരു ഫോൺ വാങ്ങുന്നു, അതായത് ഒരു ലയബിലിറ്റി വാങ്ങുന്നു. എന്നാൽ രണ്ടാമത്തെയാൾ ആ പണം വെച്ച് ഒരു മാർക്കറ്റിംഗ് കോഴ്സ് പഠിക്കുന്നു. അടുത്ത വർഷം നോക്കുമ്പോൾ ആദ്യത്തെയാൾ ഇപ്പോഴും $10 മുടിവെട്ടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ രണ്ടാമത്തെയാൾ ആ കോഴ്സിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ച് ബിസിനസ് വലുതാക്കി 3 കടകളുടെ മുതലാളിയാകുന്നു. അപ്പോ അവിടെ പണം വെറുതെ ചെലവാക്കാതെ അതിനെ ഇരട്ടിപ്പിക്കുകയാണ് ചെയ്തത്. ഇലോൺ മസ്കിന്റെ കേസും ഇതിൽ പറയുന്നുണ്ടല്ലോ. പേപ്പാലിൽ നിന്ന് കിട്ടിയ ലാഭം മുഴുവൻ അദ്ദേഹം സ്പേസ് എക്സിലേക്കും ടെസ്ലയിലേക്കും ഇൻവെസ്റ്റ് ചെയ്തു എന്ന്. ആ സമയത്ത് അതൊരു വലിയ റിസ്ക് ആയിരുന്നില്ലേ? വളരെ വലിയ റിസ്ക് ആയിരുന്നു. ആ പണം ബാങ്കിലിട്ട് അയാൾക്ക് ജീവിതകാലം മുഴുവൻ സുഖമായി ജീവിക്കാമായിരുന്നു. അവിടെയാണ് അദ്ദേഹത്തിന്റെ മൈൻഡ് സെറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കിട്ടിയ ലാഭം വെച്ച് വലിയൊരു വീടോ കാറോ വാങ്ങാതെ അദ്ദേഹം അത് പുതിയ ആസ്തികൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചു. പണത്തെ ഇരട്ടിപ്പിക്കാൻ പഠിച്ചു. അപ്പൊ പണം ഇരട്ടിപ്പിക്കണം, ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഇതിനൊക്കെ വലിയ കഠിനാധ്വാനം വേണ്ടേ? പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, ഹസൽ കൾച്ചർ. ഒരു ദിവസം 16 മണിക്കൂർ നമ്മൾ കഠിനാധ്വാനം ചെയ്താൽ നമ്മൾ പെട്ടെന്ന് പണക്കാരാകുമോ? ഒരിക്കലുമില്ല. നിങ്ങളുടെ വരുമാനം പൂർണ്ണമായും നിങ്ങളുടെ ശാരീരിക അധ്വാനത്തെ മാത്രം ആശ്രയിച്ചാണെങ്കിൽ നിങ്ങൾ വലിയൊരു ട്രാപ്പിലാണുള്ളത്. നിങ്ങൾ ജോലി നിർത്തുന്ന അന്ന് നിങ്ങളുടെ വരുമാനവും നിൽക്കും. അവിടെയാണ് ലിവറേജ് എന്ന കൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ലിവറേജ്, അതായത് നമ്മുടെ സമയവും പണവും തമ്മിലുള്ള ബന്ധത്തെ നമ്മളൊന്ന് മാറ്റി ചിന്തിക്കണം. കൃത്യമായി പറഞ്ഞാൽ, ദരിദ്രർ പണം സമ്പാദിക്കാൻ അവരുടെ സമയം വിൽക്കുന്നു. 8 മണിക്കൂർ ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ 8 മണിക്കൂറാണ് പണത്തിനു പകരമായി കൊടുക്കുന്നത്. എന്നാൽ സമ്പന്നർ അവരുടെ സമയം തിരികെ വാങ്ങാൻ പണം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അവർ പണം ഉപയോഗിച്ചൊരു സിസ്റ്റം ഉണ്ടാക്കുന്നു, അല്ലേ? ഇന്നത്തെ കാലത്ത് ഈ യൂട്യൂബർമാരും ഡിജിറ്റൽ ക്രിയേറ്റേഴ്സും ചെയ്യുന്നതും ഇത് തന്നെയല്ലേ? അവരൊരു വീഡിയോ ഉണ്ടാക്കാൻ കുറച്ച് സമയം ചെലവാക്കുന്നു. പക്ഷേ അവർ ഉറങ്ങുമ്പോൾ പോലും ആ വീഡിയോ ലോകത്തിന്റെ പല ഭാഗത്തും ആളുകൾ കാണുകയും അവർക്ക് വരുമാനം നേടിക്കൊടുക്കുകയും ചെയ്യുന്നു. അത് ഏറ്റവും മികച്ച ഒരു ഉദാഹരണമാണ്. ഡിജിറ്റൽ ലിവറേജ് ആണത്. ആപ്പിൾ സിഇഒ ടിം കുക്കിനെ നോക്കൂ. അദ്ദേഹം നേരിട്ട് വന്ന ആർക്കും ആപ്പിൾ പ്രോഡക്ട്സ് വിൽക്കുന്നില്ല. ലോകമെമ്പാടും അത് വിൽക്കപ്പെടാനുള്ള ഒരു ഗ്ലോബൽ സിസ്റ്റം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കഠിനാധ്വാനം വേണ്ട എന്നല്ല നമ്മൾ പറയുന്നത്. കഠിനാധ്വാനം തീർച്ചയായും വേണം. പക്ഷെ അത് ആദ്യത്തെ വാതിൽ തുറക്കാൻ മാത്രമാണ്. പിന്നീട് നമ്മളില്ലാത്തപ്പോഴും വർക്ക് ചെയ്യുന്ന സിസ്റ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതെ, അതാണ് യഥാർത്ഥ ലിവറേജ്. നമ്മളെപ്പോഴും അവിടെ ഉണ്ടാകേണ്ട ആവശ്യമില്ല. ശരി, ഈ സിസ്റ്റമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിനെപ്പറ്റി വ്യക്തമായ അറിവ് വേണ്ടേ? അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വിദ്യാഭ്യാസത്തിന്റെ പോരായ്മ വരുന്നത്. സ്വർണത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് പറയും. ചരിത്രത്തിലെ യുദ്ധങ്ങൾ നടന്ന വർഷങ്ങൾ ചോദിച്ചാൽ പറയും. പക്ഷെ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് എങ്ങനെ ടാക്സ് ലാഭിക്കാമെന്നോ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ ചെയ്യണമെന്നോ നമ്മൾ സ്കൂളിൽ ആരും പഠിപ്പിക്കുന്നില്ല. അവിടെ നമ്മൾ അറിവും ബുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. നോക്കൂ, അറിവ് എന്നത് വെറും ഇൻഫർമേഷനാണ്. അത് നിങ്ങൾക്ക് പുസ്തകങ്ങളിൽ നിന്നോ ഇന്റർനെറ്റിൽ നിന്നോ കിട്ടും. എന്നാൽ ആ ഇൻഫർമേഷൻ പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് അഥവാ സാമ്പത്തിക ബുദ്ധി. അത് ശരിയാണ്. ആ വീഡിയോയിൽ പറയുന്ന ഒരു ഉദാഹരണം എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. ലോകത്തിലെ പല പ്രശസ്തരായ സ്പോർട്സ് താരങ്ങളും കോടിക്കണക്കിന് ഡോളറുകൾ പ്രതിഫലമായി വാങ്ങിയിട്ടും വിരമിച്ചതിനു ശേഷം പാപ്പരായിട്ടുണ്ട്. അത്രയും വലിയ തുക കിട്ടിയിട്ടും അവരെങ്ങനെ പാപ്പരായി എന്നോർക്കുമ്പോൾ എനിക്ക് ശരിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതിന് കൃത്യമായ കാരണമുണ്ട്. അവർക്ക് അവരുടെ കളിയിലായിരുന്നു ട്രെയിനിങ് കിട്ടിയത്, അല്ലാതെ പണം മാനേജ് ചെയ്യാനല്ല. അവർക്ക് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് ഉണ്ടായിരുന്നില്ല. എന്നാൽ വലിയ ഡിഗ്രികളൊന്നുമില്ലാത്ത ഒരു സാധാരണ കടയുടമയെ നോക്കൂ. അയാൾക്ക് വലിയ ഫിനാൻഷ്യൽ അഡ്വൈസർമാർ ഒന്നും ഉണ്ടാകില്ല. ബാങ്കുകളുടെ കാര്യം തന്നെ എടുക്കാം. നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുന്ന പണം ബാങ്കുകൾ എന്താണ് ചെയ്യുന്നത്?
അവരത് സേഫായി ലോക്കറിൽ വെക്കുകയാണോ? അല്ല, അത് ഉയർന്ന പലിശയ്ക്ക് മറ്റുള്ളവർക്ക് കൊടുത്ത് അവർ ലാഭമുണ്ടാക്കുകയാണ്. അപ്പോ ബാങ്കുകൾക്ക് ഈ പണത്തിന്റെ നിയമങ്ങൾ നന്നായി അറിയാം. അവർ നമ്മുടെ പണം വെച്ച് അവർക്ക് വേണ്ടി ലാഭമുണ്ടാക്കുന്നു. അതുകൊണ്ട് ഈ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ആരും വന്ന് പഠിപ്പിച്ചു തരില്ല. നമ്മൾ തന്നെ പണിപ്പെട്ട് നേടിയെടുക്കേണ്ട ഒന്നാണ്. തീർച്ചയായും ആരും നമ്മളെ അത് പഠിപ്പിക്കാൻ പോകുന്നില്ല. ഇതിൽ നിന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്. നമ്മൾ എപ്പോഴും പണത്തിന് പിന്നാലെയാണോ ഓടേണ്ടത്? ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മൾ വെറുതെ പണത്തിന് പിന്നാലെ ഓടിയിട്ട് കാര്യമില്ലാന്നാണ്. ആളുകൾ നമ്മൾ എത്ര മണിക്കൂർ കഷ്ടപ്പെട്ടു എന്ന് നോക്കിയല്ല നമ്മൾക്ക് പണം തരുന്നത്. നമ്മുടെ വർക്ക് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്ന് നോക്കിയിട്ടാണ്. അതാണ് ഇതിലെ 5ാമത്തെ പ്രധാന പോയിന്റ്. പണത്തിന് പിന്നാലെയല്ല, മൂല്യത്തിന് അഥവാ വാല്യൂവിന് പിന്നാലെ പോവുക എന്നത്. നിങ്ങൾ നൽകുന്ന മൂല്യത്തിനാണ് ഇവിടെ പ്രസക്തി. ആ ബർഗർ ഉണ്ടാക്കുന്ന ഉദാഹരണം ഓർമ്മയില്ലേ? ഉണ്ട്. ഒരാൾ 12 മണിക്കൂർ അടുക്കളയിൽ നിന്ന് കഷ്ടപ്പെട്ട് ബർഗർ ഉണ്ടാക്കുന്നു. മറ്റൊരാൾ വെറും 2 മണിക്കൂർ ചിലവഴിച്ച് ദശലക്ഷക്കണക്കിന് ബർഗറുകൾ വിൽക്കാനുള്ള ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നു. രണ്ടുപേരും ഒരേ ഫീൽഡിലാണ്, പക്ഷേ അവരുടെ ചിന്താഗതികൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതെ, മൂല്യം എവിടെയാണോ കൂടുതലുള്ളത് അവിടേക്ക് പണം താനേ വരും. സ്റ്റീവ് ജോബ്സിന്റെ കാര്യം നോക്കാം. അദ്ദേഹം മൊബൈൽ ഫോൺ ആദ്യമായി കണ്ടുപിടിച്ച ആളൊന്നുമല്ല. പക്ഷേ നിലവിലുള്ള ഫോണുകളെ അദ്ദേഹം കൂടുതൽ സിമ്പിളും മനോഹരവും ഉപയോഗിക്കാൻ എളുപ്പമുള്ളതുമാക്കി മാറ്റി. വലിയൊരു വാല്യൂ ആണ് അദ്ദേഹം അവിടെ ആഡ് ചെയ്തത്. അതാ ഇൻഡസ്ട്രിയെ തന്നെ മാറ്റിമറിച്ചു. അതുപോലെ ജെ.കെ. റൗളിംഗ് ഹാരി പോട്ടർ എഴുതിയപ്പോൾ എങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരിയാകാം എന്നല്ലല്ലോ ചിന്തിച്ചത്. ലക്ഷക്കണക്കിന് ആളുകളെ സ്വാധീനിക്കുന്ന ഒരു കഥ എങ്ങനെ പറയാമെന്നാണ് അവർ നോക്കിയത്. അവർ ആ വാല്യൂ ക്രിയേറ്റ് ചെയ്തതിനു ശേഷമാണ് പണം അവരെ തേടിയെത്തിയത്. അപ്പൊ സാധാരണക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് എനിക്കാദ്യം പണം തരൂ എന്നിട്ട് ഞാൻ ജോലി ചെയ്യാം എന്നായിരിക്കും. എന്നാൽ ഒരു ഓണർ മൈൻഡ് സെറ്റ് ഉള്ളയാൾ ചിന്തിക്കുന്നത് ആളുകൾക്ക് പണം നൽകാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു മികച്ച പ്രോഡക്റ്റ് അല്ലെങ്കിൽ വാല്യൂ ഞാൻ എങ്ങനെ ആദ്യം ഉണ്ടാക്കാമെന്നാണ്. നമ്മൾ പണത്തെക്കുറിച്ചല്ല വാല്യൂവിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. കൃത്യമായി പറഞ്ഞു. അതാണ് വ്യത്യാസം. നമ്മളീ പറഞ്ഞ വാല്യൂ ഒക്കെ ഉണ്ടാക്കിയെന്ന് കരുതുക. എന്നിട്ടും പണം ഉടനെ വരുന്നില്ലെങ്കിലോ? കാരണം ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും എല്ലാം വേഗത്തിൽ വേണം. ഫാസ്റ്റ് ഫുഡ് പോലെ പെട്ടെന്നുള്ള റിസൾട്ടാണ് എല്ലാവർക്കും ഇഷ്ടം. രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും വലിയ പണക്കാരനാകണം. അവിടെയാണ് അവസാനത്തെ നിയമം വരുന്നത്. ക്ഷമയും സ്ഥിരതയും. ഇതൊരു കർഷകന്റെ പണി പോലെയാണ്. ഇന്ന് വിത്ത് പാകിയിട്ട് നാളെ രാവിലെ എഴുന്നേറ്റ് നോക്കിയാൽ മരം വളർന്നിട്ടുണ്ടാവോ? ഇല്ല. അതിന് സമയമെടുക്കും. വെള്ളമൊഴിക്കണം, വളമിടണം, സംരക്ഷിക്കണം. സമ്പത്തും അങ്ങനെ തന്നെയല്ലേ? ഓവർനൈറ്റ് സക്സസ് എന്നത് പലപ്പോഴും ഒരു മിഥ്യയാണ്. അതെ, സമ്പന്നരായവർ ആരും ഒറ്റ ദിവസം കൊണ്ട് അവിടെ എത്തിയവരല്ല. ദിവസവും സ്ഥിരതയോടെ കാര്യങ്ങൾ ചെയ്തവരാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഗുണം കിട്ടണമെങ്കിലും സമയം അത്യാവശ്യമാണ്. അതുകൊണ്ട് അക്ഷമരാകാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ സ്ഥിരത പുലർത്തുക എന്നതാണ് പ്രധാനം. ഇന്നത്തെ ഈ ചർച്ച നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. നമ്മൾ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും സംസാരിച്ചു. ചുരുക്കത്തിൽ പറഞ്ഞാൽ, സ്കൂളുകൾ നമ്മളെ എങ്ങനെ പണം സമ്പാദിക്കാമെന്ന് മാത്രം പഠിപ്പിച്ചപ്പോൾ സ്വന്തം ജീവിതാനുഭവങ്ങൾ നമ്മളോട് പറയുന്നത് അതെങ്ങനെ സ്വന്തമാക്കാമെന്നാണ്. നമ്മൾ ആ ഒരു എംപ്ലോയി മൈൻഡ് സെറ്റിൽ നിന്ന് ഓണർ മൈൻഡ് സെറ്റിലേക്ക് മാറേണ്ടതുണ്ട്. അതെ, ഒരു വരുമാനത്തെ മാത്രം ആശ്രയിക്കാതിരിക്കുക. പണം ഇരട്ടിപ്പിക്കാൻ പഠിക്കുക, ലിവറേജ് ഉപയോഗിക്കുക, ഫിനാൻഷ്യൽ ഇന്റലിജൻസ് വളർത്തുക, വാല്യൂ ക്രിയേറ്റ് ചെയ്യുക, പിന്നെ ക്ഷമയും സ്ഥിരതയും കാണിക്കുക. കൃത്യം. ഈ പോയിന്റുകളെല്ലാം വളരെ വാല്യൂബിൾ ആണ്. ഈ ചർച്ച അവസാനിക്കുന്നതിന് മുൻപ് നിങ്ങളെ കൂടുതൽ ചിന്തിപ്പിക്കാനായി ഒരു പുതിയ കാര്യം കൂടി ഞാൻ ചോദിക്കാം. നമ്മൾ ഈ വീഡിയോയിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണല്ലോ ഇത്രയും നേരം സംസാരിച്ചത്. അതിലില്ലാത്ത എന്നാൽ നമ്മൾ സംസാരിച്ച കാര്യങ്ങളുമായി വളരെ ബന്ധമുള്ളൊരു വിഷയമുണ്ട്. എന്താണത്? നമ്മൾ ലിവറേജിനെക്കുറിച്ചും സമയത്തെക്കുറിച്ചും പറഞ്ഞല്ലോ. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ AI നമ്മുടെ ഈ ലിവറേജിനെ ഭാവിയിൽ എങ്ങനെയാണ് മാറ്റാൻ പോകുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതൊരു വലിയ ചോദ്യമാണ്. കാരണം നമ്മൾ മനുഷ്യർ ചെയ്തിരുന്ന കഠിനാധ്വാനവും എന്തിന് കോഡിങ്ങും എഴുത്തും വരെയുള്ള കാര്യങ്ങൾ AI ഇപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യുന്നുണ്ടല്ലോ. അതെ. അപ്പോൾ മനുഷ്യർ ഇതുവരെ ചെയ്തിരുന്ന ജോലികൾ സാങ്കേതികവിദ്യ ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പണം ഇരട്ടിപ്പിക്കാൻ ഭാവിയിൽ എന്ത് സവിശേഷമായ ഹ്യൂമൻ വാല്യൂ ആയിരിക്കും നിങ്ങൾ ഈ ലോകത്തിന് നൽകാൻ പോകുന്നത്? അതായത് ടെക്നോളജി ജോലികൾ ചെയ്യുമ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്കും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുകൾക്കും
മുൻപെങ്ങുമില്ലാത്ത പ്രാധാന്യം വരും. അപ്പോൾ കേൾവിക്കാരെ, ഇതാണ് നിങ്ങൾക്കുള്ള ഇന്നത്തെ ടാസ്ക്. AI-യുടെ ഈ പുതിയ കാലത്ത് നിങ്ങളുടെ സ്വന്തം ഫിനാൻഷ്യൽ ഇന്റലിജൻസും വാല്യൂവും നിങ്ങൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നതെന്ന് സ്വന്തമായി ഒന്ന് ചിന്തിച്ചു നോക്കുക. പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളിൽ ഈ ചർച്ച ഒരു മാറ്റം വരുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയ അറിവുകൾ നിങ്ങളെ കൂടുതൽ മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കട്ടെ. ഇന്നത്തെ ഈ അന്വേഷണം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും കാണാം.